എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണദിവസമായിട്ട് ഇന്നൊരു അടിപൊളി വർക്ക് ചെയ്തൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടു വന്നൊരു വർക്കാണിത്. വൈക്കം പൂത്തോട്ടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അരുൺ സാറിൻ്റെ വണ്ടിയാണ്. ഒരു ബിസിനസ്മാനാണ്, ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബൊലോറോ സീറ്റൊക്കെ ഒരു പരിക്കൻ സീറ്റാണ് വരുന്നത്. അതൊരു നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന വർക്കാണത്. അതിൻ്റെ മിഡിൽ സീറ്റ്, ഫ്രണ്ട് റോ എല്ലാം നമ്മൾ നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിറങ്ങിയ വണ്ടിയാണ്. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി കിടക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്യുകയാണ്. ഫ്രണ്ട് സീറ്റ് ഊരി വെച്ചിട്ടുണ്ട്. ബെഞ്ച് സീറ്റ് നമ്മൾ ഫുള്ളായിട്ട് ആൾട്രേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ വണ്ടിയുടെ ഡോർപാഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബൂട്ട്, ഹാൻഡ് ബ്രേക്ക്, ലിവർ, സ്റ്റീറിംഗ് കവർ എല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റീറിംഗ് കവർ OE ആയിട്ടാണ് ചെയ്യുന്നത്. ഫ്ലോറിലെ ഫോം കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഹാൻഡ് സ്റ്റിച്ചിങ് സ്റ്റീറിംഗ് വീലിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനകത്ത് ഫ്ലോർ മാറ്റ് ചെയ്യുന്നുണ്ട്. വിനൽ ഫ്ലോർ മാറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡ് പീസെല്ലാം ഫോം പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവിടെ കമ്പനി വരുന്ന റെക്സിനൊക്കെ മാറ്റിയിട്ടാണ് പേസ്റ്റ് ചെയ്തേക്കുന്നത്. ഫ്ലോറിൽ ഇതേപോലെ അഡീഷണലായിട്ട് AC ഫോം ചെയ്തിട്ടാണ് നമ്മൾ വിനൽ മാറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ടൺ ടൈപ്പ് വിനൽ മാറ്റാണ് ചെയ്തേക്കുന്നത്. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് 2 ബക്കറ്റ് സീറ്റ് ഫുള്ളായിട്ട് ആൾട്രേഷൻ ചെയ്തിരിക്കുകയാണ്. ഡബിൾ വിങ്സ് വെച്ചിട്ടാണ് ആൾട്രേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിലും വിങ്സ് അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈഡ് വിങ്സും ഡബിൾ വിങ്സ് വെച്ചിട്ടുണ്ട്. ഒരു വിങ്സ് വെച്ചതിൻ്റെ അതിൻ്റെ മേളിൽ രണ്ടാമത്തെ വിങ്സ് കയറ്റിയേക്കാണ്. ഫുള്ളായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത സീറ്റാണിത്. ബൊലേറോയുടെ സീറ്റ് നേരത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും, വെറും ഫ്ലാറ്റ് സീറ്റാണ്. മിഡിൽ റോയിലെ സീറ്റും ഫുള്ളായിട്ട് ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൽ ആൾട്രേഷൻ ചെയ്തതുപോലെ തന്നെ മിഡിൽ റോയിലും സൈഡ് വിങ്സ് വെച്ചിട്ടുണ്ട്. ഡബിൾ വിങ്സ് ആണ് വെച്ചിരിക്കുന്നത്. ബെഞ്ച് സീറ്റിൽ അഡീഷണൽ ഫോം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സീറ്റിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ അത്രയും കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ബൊലേറോ കമ്പനി വരുന്നതിന് പരിക്കൻ ടൈപ്പ് സീറ്റാണ്. ഡ്രൈവിംഗ് കംഫർട്ട് ഉള്ളത് ഫ്രണ്ടിൽ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. മിഡിൽ റോയിലും ബാക്ക് റോയിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. എന്തെങ്കിലും തരത്തിലുള്ള ആൾട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് യാത്ര ഇച്ചിരി സുഖകരമാവുള്ളൂ. ബാക്കിലെ ബേബി സീറ്റ് നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ റോയിലും ഒരു കംഫർട്ടായിട്ട് ഒരു യാത്രാസുഖം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാണ് അരുൺ സാർ എന്നെ സമീപിച്ചത്. ഞാൻ ഇങ്ങനെ ഒരു സീറ്റിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു. ഈ വണ്ടിയിൽ നമ്മൾ ഡോർപാഡ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഡിസൈൻ ഇട്ടിട്ട് ഡോർപാഡും ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഡോർപാഡ് വരുന്ന പീസാണ് ബൊലേറോയ്ക്കകത്ത് വരുന്നത്. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ ഇതിനകത്ത് ഹാൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഗിയർ ബൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീറിംഗ് കവർ OE ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ ഫുള്ളായിട്ട് ഡബിൾ സൈഡ് ഡബിൾ സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഡിസൈനായിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഡബിളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. മിഡിൽ സീറ്റിൽ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടാണ് അഡീഷണലായിട്ട് ഫോം ആഡ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മിഡിൽ സീറ്റിലും 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്ന രീതിയിലാണ് സീറ്റ് ആൾട്രേഷൻ ചെയ്തെടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിംഗ് ബ്ലാക്ക് മെറ്റീരിയലാണ് സീറ്റ് കവറിന് വേണ്ടി സെലക്ട് ചെയ്തത്. ബീച്ച് കളറാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നൈലോൺ ത്രെഡാണ്. ഇതുപോലെ ആൾട്രേഷൻ ചെയ്ത കാറുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ സീറ്റ് ഹൈറ്റും അതുപോലെ ചാരുന്ന സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടായിരിക്കും. സീറ്റ് വർക്കിനെ കുറിച്ചും മെറ്റീരിയലിനെ കുറിച്ചും എന്തെങ്കിലും തരത്തിൽ സംശയമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ ആൾട്രേഷൻ ചെയ്ത സീറ്റ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ നിലനിൽക്കും. സീറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് വണ്ടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വണ്ടി വീട്ടിൽ വന്നെടുത്ത് തിരിച്ച് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു കൊണ്ട് തരുന്നതായിരിക്കും. സീറ്റ് വർക്കെല്ലാം കഴിഞ്ഞ് അരുൺ സാറിൻ്റെ വീട്ടിൽ വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്.
വീഡിയോയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഏത് വിധത്തിലുള്ള ആൾട്രേഷൻ വർക്കിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഓണം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം. അവരെല്ലാവർക്കും